കയറാൻ പോയിരുന്നു. പക്ഷെ നമ്മളിവിടുത്തെ മുമ്പുതാ ഹായ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ചായ്സ്. നമ്മൾ ഒരു പുതിയൊരു അമ്പലത്തിലോട്ട് കയറാൻ പോയിരുന്നു. പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കാന്ന് പറഞ്ഞു. ടോട്ടൽ 450 സ്റ്റെപ്സ് ഉണ്ട്. അതാ കിടക്കുന്നത്. ബൈ ദ വേ, ടുഡേ വി ആർ ഇൻ മധുരൈ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ തിരുപ്പുരക്കുണ്ട്രം. ഐ ഹോപ്പ് ദ പ്രൊനൗൺസിയേഷൻ ഇസ് റൈറ്റ്. മധുരൈ മെയിൻ അമ്പലത്തിൽ നിന്ന്, മധുര മീനാക്ഷി അമ്പലത്തിൽ നിന്നൊരു 35 മിനിറ്റ്സ് വന്നാലാണ് തിരുപ്പുരക്കുണ്ട്രം എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു മെയിൻ ടെമ്പിൾ ഉണ്ട്, സുബ്രഹ്മണ്യന്റെ. നമ്മളെ ഡോം എടുത്തതൊക്കെ അതിൻ്റെ അടുത്തായിരുന്നു. സോ നമ്മൾ ഇന്ന് തിരുപ്പുരക്കുണ്ട്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ അമ്പലത്തിൽ പോവും. അതിനുശേഷം ജസ്റ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഫൈനലി വേറൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ആൻഡ് യു ക്യാൻ സീ ദ എൻ്റെ തിരുപ്പുരക്കുണ്ട്രം ബിഹൈൻഡ് മൈ ബാക്ക്. സോ ആൻഡ് ഇത് ഓഗസ്റ്റ് ആൻഡ് മൈ 7th ട്രിപ്പ് ഓഫ് ദി ഇയർ. കം ലെറ്റ്സ് വാച്ച് ദി എൻ്റയർ വ്ലോഗ്. നമ്മളിവിടുത്തെ ഡോം സ്റ്റേ ആ ബുക്ക് ചെയ്തേ. പക്ഷേ 7 AM തൊട്ടുള്ള ഡോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തത്. ബട്ട് അവര് ഇപ്പൊ ഡോമിൽ ഗസ്റ്റ് ഉണ്ട്. അത് 2 PM ചെക്കൗട്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് കിട്ടിയിട്ട് 2 PM ഇവിടുത്തെ സ്യൂട്ട് റൂം ആയി കണ്ടേ. ഇറ്റ്സ് കോൾഡ് കുഡിൽ ആൻഡ് ഇറ്റ്സ് സോ ഈ പഴയ തമിഴ് വീട്ടിലൊക്കെ വരത്തില്ലേ, അതുപോലെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. സോ ഗുഡ്. കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയതാ. 2 PM വരെ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഗുഡ്. സോ നമ്മൾ റെഡിയായി. നമ്മൾ അമ്പലത്തിൽ പോകുന്നു. നമുക്ക് ഓസിന് കിട്ടിയ ഫ്രീ റൂം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാലേ വീഡിയോ. ചെരുപ്പിടല്ല. നമ്മളിപ്പോ ഒരുങ്ങി ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകുള്ളൂ. ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. മധുരൈ അൺഎക്സ്പ്ലോർഡ് മധുരൈ. നമ്മുടെ ഫസ്റ്റ് നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് തിരുപ്പുരക്കുണ്ട്രം അമ്പലത്തിലോട്ട് പോവാണ്, കോവിലേക്ക് പോവാണ്. എന്നെ കണ്ട തനി ഇവിടുത്തെ നാട്ടുകാരനെ പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ കണ്ട ഏതോ ക്രിസ്ത്യൻ വെട്ടിയത് അതുപോലെ ഉണ്ട്. പക്ഷെ ഞാന് ഒരു തമിഴ് ലുക്കില് പിടിച്ചു നോക്കിയത്, പക്ഷെ തമിഴ് തരത്തില്ല. ശരിക്കും ജെസ്സി അവള് കേരളത്തിൽ നിന്നാ തമിഴ്നാട്ടിൽ പോയിരിക്കുന്നത്. ഓക്കെ എന്താ ജെസ്സി ലൈറ്റ് മലയാളി ജെസ്സി. ഓക്കെ ബൈ. കാർത്തിക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടോട്ടെ. അതെ എന്റെ കാർത്തിക് എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ സമീപിക്കേണ്ടതാണ്. കുറെ കാലമായിട്ട് കാർത്തിക്കിന് വെയിറ്റ് ചെയ്യാണ്. കാർത്തിക് വെച്ച് ബാക്കി എല്ലാവരും വരുന്നുണ്ട്. കാർത്തിക് കംപ്ലീറ്റ്.
നമ്മൾ അഴിച്ചോ പോകാം. നമ്മൾ എവിടെ ഇപ്പൊ ഇറങ്ങി? ഏതമ്പലത്തിലാണ്? തിരുപ്പുരക്കുണ്ട്രം അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി. സുബ്രഹ്മണ്യൻ അമ്പലമാണ്. പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങി. ഇപ്പൊ ഞാനൊരു ലുക്കായല്ലേ. ഇപ്പൊ ഒരു നമ്മളിപ്പം പുളിയോദരയും ലഡുവും വേറെ എന്താ പൊറോട്ട അപ്പവും ലഡു പിന്നെ പുളിയോദര. ഇത് പ്രസാദം കിട്ടി. ഇത് ഭസ്മൊക്കെ തൊട്ട് നന്നായിട്ട് ഫസ്റ്റ് ടൈം ട്രൈ നോക്കേ. സാമ്പാറുള്ള ചോറ് കഴിക്കുന്നത് റീൽസിലൊക്കെ കണ്ടായിരുന്നു. ഇതെന്നാ? ഇതും കുമ്പുതാ? ചക്കര? ആ കൊഞ്ചം കൊഞ്ചം. ആ എവിടോ? ശരിയാ, തെങ്ങിന്റെതാണല്ലോ അല്ലേ? വാഴയല്ല, തെങ്ങിന്റെതാ പറഞ്ഞ പുള്ളി. തെങ്ങിന്റെ കൂമ്പ്. ജിപേ പണല. ചോറാണെങ്കിലും വെള്ളമാണെങ്കിലും ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഒന്നും അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ബോർഡ് വായിക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ മലമുകളിലുള്ളൊരു സുബ്രഹ്മണ്യനാണ്. അല്ല, മുരുകൻ. ശിവൻ താഴെ മുരുകനോ? ആ, രണ്ട് അമ്പലമുണ്ട്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ആളൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. 450 സ്റ്റെപ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. 450 സ്റ്റെപ്പ്. സിമ്പിൾ. അമ്പലത്തിലെ പൂജാരി അല്ലേ? പൂജാരിയല്ല, അവിടെ നിൽക്കുന്ന ഒരാളാണ്. ആ, അമ്പലത്തിലെ സ്റ്റാഫ്. സോ പുള്ളിയാ പറഞ്ഞ 4 മണിക്ക് കഴിഞ്ഞ് അമ്പലം തുറക്കും. സോ നമ്മൾ മോളിൽ പോയി പ്രാർത്ഥിക്കാൻ പോകും. തമിഴ് പേസ தெரியாது, கொஞ்சம் கொஞ்சம் தான் தெரியும். நாங்க இப்போ கோவிலுக்குள்ள போகிறேன். அந்த உச்சியில அந்த பக்கம் അമ്പലത്തിലെയാ വേറെ ആരുടെ കോവിൽ? ശിവന് പാർവതി അല്ല. എന്തായാലും പോയി നോക്കാം. മലമുകളില. കുണ്ടൽ മണ്ണനെ ഒരു പാട്ടിന്റെ നിന്റെ ഹവറി ഫീലിംഗ് 450 കടക്കാൻ പറ്റുമോ? പിന്നെന്താ, ജിം ഗേൾ, ഐ ക്യാൻ. ഇതൊക്കെ എന്താ ഈസി. ഓക്കെ, മോളിൽ ചെന്നിട്ട് വീട്. സോ ആഫ്റ്റർ ഊട്ടി ട്രിപ്പ് എന്റെ പോലെ നിന്ന് വിട്ടുമാറാത്ത ഒരാളാണ് ഇന്നത്തെ എന്റെ ട്രിപ്പിന്റെ കമ്പാനിയൻ. ആൻഡ് നിന്റെക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കറന്റ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത്രയും സ്റ്റെപ്സ് കയറി. കൊള്ളാം. ഇന്ന് നൈസായിരുന്നു അല്ലേ? അൺഎക്സ്പ്ലോർഡ്. നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പാർട്ട് എക്സ്പ്ലോർ. ആൻഡ് ഇവിടെ ഒരു കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ് തിരുപ്പുറക്കുണ്ട്രം. കുറച്ചുകൂടെ റഷിൽ നിന്ന് മാറിയിട്ടുള്ളത്. ഒരു നാളെ നമ്മള് മധുര എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഇന്ന് കൊള്ളായിരുന്നു. എല്ലാവരും ആദ്യം മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ പോയിട്ട് എല്ലാവരും അങ്ങനെ. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിന് ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ കംപ്ലീറ്റ് ഫുൾ മധുര, ആ മെയിൻ ഏരിയ. ഇന്ന് സോ അത്രേ ഉള്ളൂ.
അത് കണ്ടോ, അതാണ് മധുര മീനാക്ഷി അമ്പലത്തിന്റെ 4 ആർച്ചസ്. ആ കാണുന്നതാണ് മധുര മീനാക്ഷിയുടെ 4 മെയിൻ ഗോപുരങ്ങൾ. അതിന് ചുറ്റുമാണ് മറ്റേ 4 മെയിൻ സ്ട്രീറ്റ്സ് വരുന്നത് മധുരയിലെ. ചിത്തിരൈ, മാസി, ആവണിമൂല ആൻഡ് ആദിവീതി. ഇതാണ് ആ സ്ക്വയർ ഷേപ്പ് അറൌണ്ട് ഈ 4 ഗോപുരം. ഇവിടെ കാണാമല്ലോ. നമ്മളൊരു മധുര മീനാക്ഷിന്ന് എത്ര മിനിറ്റ് ദൂരാണ്? ഏകദേശം ഒരു 9. നമ്മൾ 8 കിലോമീറ്റേഴ്സ് ഫ്രം മധുര മീനാക്ഷിയാണ്. ഇത് തിരുപ്പുരക്കുണ്ട്രം, അവിടെയാണ് നമ്മളിപ്പോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനിയൊരു ഫുഡ് കഴിക്കാൻ പോകുന്നു. ഏജ് 26 വയസ്സായി. ഏജ് തോന്നിക്കുന്നുള്ളൂ. 26. I don't mind. We are aunties. What? No way. Still beautiful. Hot Yeah, aunties. Beautiful aunties. Yeah. G3യും G2 ഏത് ഗ്രൂപ്പാ? മറ്റേത് മറ്റേ ബോയ്സ് മാത്രമുള്ള വലിയ ഗ്രൂപ്പ് അല്ലേ? എന്തോ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞു കൊണ്ട് തന്നത്. ദൈവമേ, എന്തോ നിനക്ക് സാധനം തന്നില്ലേ? നേരെ പോകുമ്പോ തിരുപ്പുരക്കുണ്ട്രം കോവിൽ. 8 മണിയാവുമ്പോ നമ്മൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് 8:30 ജിമ്മില്. ഇതാണ് തിരുപ്പുരക്കുണ്ട്രം ടെമ്പിൾ. നമ്മുടെ ഡോം സ്റ്റേ നമ്മൾ രാവിലെ കണ്ട നമ്മുടെ കോംപ്ലിമെന്ററി ആണ്. ഇന്ന് ആരും വേറെ ബുക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾ മാത്രം. പണ്ട് ഇതൊരു സ്കൂളായിരുന്നു, പിന്നെയാണ് ഇത് ഡോം ആക്കിയത്. ഇത് 800 per bed. ഇന്ന് ആരും ഇല്ല, നമ്മളാണ് ഫുൾ ബുക്ക്ഡ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഒരു ഹോംലി ഫീലിംഗ് ഉണ്ട്. നമ്മൾ നൈറ്റ് വാക്കിന് പോവാം അമ്പലത്തിലോട്ട്. ഇവിടെ നിറച്ച് ആൾക്കാരാണ്. ഇത് തിരുപ്പുരക്കുണ്ട്രം ടെമ്പിൾ. ഇത് പോയാ നമ്മള് മുട്ടയില്ലേ? ലോക്കൽ ഗായ്സ് ഇപ്പൊ മുട്ട ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചുമ്മാ വന്ന സ്ഥിതിക്ക് മുട്ട ദോശ ഹെൽത്തി. അതൊന്നും ഇടൂലെന്ന് എനിക്കറിയാം. നാളെ അറിയാം ഇതിന്റെ കളർ വെക്കുമെന്ന്. കളർ വെച്ചാൽ മെഹന്തിക്ക് രചന വാലി അത് വേണ്ടല്ലേ? കളർ വെച്ചിട്ട് കളർ വെച്ചാൽ the person
വേണ്ട, അത് വെച്ചിട്ടുണ്ട്. കളർ വെച്ച എന്താ കമന്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ നിൽക്കാം, അപ്പം നാളെ ഇങ്ങനെ. வந்துட்டு மயிலஞ்சுதாக்கு டீ சாப்பிட்டுக்கு அப்புறம் அங்கே கோவிலுக்கு போவோம். സാരി ഉടുത്തിട്ട് ഉരുണ്ട് കളഞ്ഞു വെച്ചു. ഇന്ന് സാരി സെറ്റ് ആയില്ല. ആൾക്കാർ കണ്ടുവിട്ടത് തന്നെ. പണി നടക്കുന്ന എന്താ ഇന്ന് മീനാക്ഷി അമ്പലത്തിൽ കയറിട്ട് ഇറങ്ങി. മധുര മീനാക്ഷി അമ്പലം, മെയിൻ ടെമ്പിൾ. നല്ല മീനാച്ചി, നല്ല കാപ്പാടും ചേച്ചി. റൈറ്റ് ചുക്ക, മട്ടൻ ചുക്ക, മട്ടൻ ബിരിയാണി. ഓ ഫുഡ് ரொம்ப சாப்பிட்டேன். അടിപൊളി, നല്ല ഫുഡ്, നല്ല ഫുഡ്. കട്ടൻ ചുക്ക. അമ്പലത്തിൽ പോയിട്ട് മട്ടൻ ബിരിയാണി കഴിക്കും. അങ്ങോട്ട് ഇത് ഞാൻ ബസ് ചെയ്തപ്പോ കണ്ട സ്ഥലങ്ങളാ അതൊക്കെ. ഞാൻ വേറെ റൂട്ടാ. നമ്മൾ ഇന്ന് 2 ലോക്കൽസ്. ഇതിപ്പോ നമ്മൾ നിക്കുന്നത് തെപ്പക്കുളം.
ഒരു കുളം കാണാൻ വന്നതാ. പക്ഷെ ആ ബോട്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് 3 മാസമായെന്ന് പറഞ്ഞ്. സോ നമ്മൾ ഫുഡ് എന്തെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ചിറങ്ങിയതാ. അണ്ണാനഗറിൽ പോവാട്ടോ. Yeah, going to Anna Nagar and we look like locals. ഇത് ഞാനൊരു തമിഴത്തിൽ ലുക്കില്ലേ, നിങ്ങൾ പറയാട്ടോ. ഞാനത് ഇല്ലേ കേൾക്കുമെന്ന് അറിയില്ല ഇതൊക്കെ. ചേട്ടാ ഒന്നൂടെ കൊള്ളാം. കാരമൽ ടാർട്ട്, വാനില ഉണ്ട്, ഫ്രൂട്ട് ടാർട്ട് ഉണ്ട്. ചോക്കോ ബിസ്കോപ്പ്, പൈനാപ്പിൾ. ബൺ പൊറോട്ട, മട്ടൻ ചിക്ക, മട്ടൻ ഗ്രേവി, ചിക്കൻ ഗ്രേവി, മട്ടൻ ഗ്രേവി. ഞാൻ ആദ്യമായിട്ടാണ് ബൺ പൊറോട്ട കഴിക്കാൻ പോകുന്നത്. ഇതല്ല, ഫസ്റ്റ് ടൈം ബൺ പൊറോട്ട മധുര സ്റ്റൈൽ. കുറച്ച് മസാല ഭയങ്കര സൂപ്പറാണ്. പൊതുവെ സോഫ്റ്റാണ് എനിക്കറിയില്ല. മട്ടൻ ഗ്രേവി ഫസ്റ്റ് ടൈം ഗ്രൈൻഡ് കഴിയുന്നു. എന്ന പോലെ സൂപ്പർ ഫ്രൈഡാണിത്. ശരിക്കും ആക്ച്വലി ബൺ പൊറോട്ടന്റെ കറി ഫുൾ ഒഴിച്ച് അങ്ങനെ നിൽക്കല്ലേ കഴിക്കുക? അങ്ങനെയൊന്നുമില്ലല്ലേ? ഓക്കെയാ. நாங்க இல்ல முன்னாடி இங்க வந்திருந்துச்சு ஒரு 3 PM அந்த அண்ணா நான் கிட்ட சொன்னேன். எவ்வளோ മിന്റു അച്ചു മിന്റു അല്ലേ